ആധാരേ പ്രഥമേ സഹസ്രകരണം താരാദിപം സ്വാശ്രേ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലൊക്കെ ഇട്ട് വരാൻ മറക്കരുത്. ഇട്ട് വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. 2025 ജൂൺ മാസത്തിലെ ധനുരാശിക്കാർ മൂലവും പൂരാടവും കേതുവിന്റെയും ശുക്രന്റെയും അപകാരകാലം ഉള്ള സമയങ്ങളിൽ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തിയാൽ ഇതിനൊക്കെ മാറ്റം കിട്ടുന്നതായിരിക്കും. ബുധൻ അനിഷ്ടഭാവത്തിലുള്ളവർ സർപ്പസംഗത്തിൽ വഴിപാടുകൾ നടത്തുകയും ധർമ്മദൈവ സ്ഥാനങ്ങൾ യഥാശി വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. ഒൻപത് രാഹു ദോഷത്തെ ശമിപ്പിക്കും. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും. കഷ്ടപ്പാടും പ്രയാസവും തൊഴിലിനെ ബാധിക്കാൻ ഇടയുണ്ട്. ശുക്രൻ 5ലും 11ലും നിൽക്കുന്നത് കൊണ്ട് പല ഗുണങ്ങളും ഉണ്ടാകും. സർവാവിഷ്ടാകുമോ ജ്യേഷ്ഠഭ്രാത ആത്മജ വാമകർമ്മോ രക്തലാഭച്ച ചിന്ത ഏകാദശ 11 ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കണം. 11 നിൽക്കുന്നതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ധനം തിരികെ കിട്ടും. സൂര്യന്റെയും ബുധന്റെയും യോഗം വളരെ നല്ലതാണ്. സങ്കീർണതകൾ കൊണ്ട് ഓരോ കാര്യങ്ങളും ഘടിപ്പിച്ചിരിക്കും. വ്യാഴം ജന്മരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് വളരെ ഗുണം ചെയ്യും. ബുധൻ ജൂൺ 22 മുതൽ കർക്കിടകത്തിൽ വരുമ്പോൾ ചന്ദ്രന്റെ ശത്രുവായി പരിഗണിക്കും. പഠന സംബന്ധമായി രക്ഷകർത്താക്കൾ നിർബന്ധമായും പഠിപ്പിക്കും. സാമ്പത്തിക ലാഭം ഉണ്ടാകും. 3ലെ ചൊവ്വായും കേതുവും ഈ നക്ഷത്രക്കാർക്ക് വളരെ ഗുണപ്രദം ചെയ്യുന്നതായിരിക്കും. ഇവർ വാചാലമായി സംസാരിക്കുന്നവരാണ്. ബന്ധു സ്വഭാവം പ്രത്യേകം കാണിക്കും. ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെ നടത്തിക്കൊണ്ടു പോകും. മുഖസ്തുതിയിൽ ഇവരെ വീഴിക്കാൻ പ്രയാസമാണ്. കമ്മ്യൂണിക്കേഷൻ, ഷെയർ മാർക്കറ്റ്, അധ്യാപക ജോലി, കലാപ്രവർത്തകർ ഇവർക്കെല്ലാം വളരെ നല്ല സമയവും പല ഗുണങ്ങളും ഉണ്ടാകും. എൻ്റെ പേര് കൃഷ്ണൻകുട്ടി ഗണൻ എന്നാണ്. ഞാൻ ചങ്ങനാശ്ശേരിക്ക് ഇവിടെ താമസിക്കുന്നത്. ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങളും വിവാഹമോ മുഹൂർത്തമോ പൊരുത്തമോ മറ്റ് കുടുംബ വിഷയങ്ങളോ പ്രശ്നങ്ങളോ വിദ്യാഭ്യാസമോ മംഗല്യ തടസ്സമോ ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും ഒന്നുകിൽ നേരിൽ വരികയോ താഴെ പറയുന്ന ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഫോൺ നമ്പർ 99 47 54 21 79.